ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെക്യൂരിറ്റി, സുരക്ഷ എന്നാൽ എന്താണെന്ന് പറഞ്ഞു. സുരക്ഷയുടെ വിവിധ ധാരണകൾ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഭീഷണിയുടെ ഉറവിടങ്ങളും പറഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന് സഹകരണാത്മക സുരക്ഷിതത്വം, കോപ്പറേറ്റീവ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. സഹകരണാത്മക സുരക്ഷിതത്വം എന്നാൽ എന്താണ്, അതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ പറയുന്നത് ഇന്ത്യയുടെ സുരക്ഷിതത്വ തന്ത്രങ്ങളെ കുറിച്ച്, ഇന്ത്യയുടെ സെക്യൂരിറ്റി സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സഹകരണാത്മക സുരക്ഷിതത്വം എന്താണെന്നുള്ളതും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, ഭീകര പ്രവർത്തനങ്ങളൊക്കെ നേരിടുന്നതിനും മനുഷ്യാവകാശം നടപ്പിലാക്കുന്നതിലൊക്കെ സൈനിക ശക്തികൾക്ക് വളരെ പങ്കുണ്ടായിരിക്കും. പക്ഷേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യൽ, അതേപോലെ കുടിയേറ്റം നിയന്ത്രിക്കുക, അഭയാർത്ഥി പ്രവാഹം തടയുക, പകർച്ചവ്യാധി നിയന്ത്രിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സഹകരണമാണ്. ഈ സഹകരണം എന്ന് പറയുന്നത് ഒന്നുകിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര സഹകരണമോ അല്ലെങ്കിൽ ആഗോള സഹകരണമോ ആകാം. ഏത് തരത്തിലുള്ള സഹകരണമാണെന്നുള്ളത് തീരുമാനിക്കുന്നത് ഭീഷണിയുടെ സ്വഭാവം അനുസരിച്ചിട്ടും അതേപോലെ സഹകരിക്കുന്ന ഈ രാജ്യങ്ങളുടെ ശേഷി അനുസരിച്ചുമായിരിക്കും. സഹകരണാത്മക സുരക്ഷിതത്തിൽ രാജ്യങ്ങൾക്ക് പുറമെ വേറെയും ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. അതായത് അവ ദേശീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ അന്തർദേശീയമായിട്ടുള്ള സംഘടനകളാകാം, അല്ലെങ്കിൽ സർക്കാരേതര ഘടകങ്ങളായിരിക്കാം. സംഘടനകൾ എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെ വരാം? ഐക്യരാഷ്ട്രസഭ, ലോകാരോഗ്യ സംഘടന, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, അങ്ങനെയുള്ള ദേശീയമോ അന്തർദേശീയമോ ആയിട്ടുള്ള സംഘടനകളാകാം. അതല്ലെങ്കിൽ സ്വകാര്യ സർക്കാരേതര ഘടകങ്ങളുമാകാം. അതായത് സ്വകാര്യ ഫൗണ്ടേഷനുകൾ, റെഡ് ക്രോസ്, ആംനസ്റ്റി ഇന്റർനാഷണൽ, മതസംഘടനകൾ, ട്രേഡ് യൂണിയൻ, വെൽഫെയർ അസോസിയേഷൻ, സാമൂഹ്യ സംഘടനകൾ, വികസന സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, അങ്ങനെയുള്ള സർക്കാരേതര സംഘടനകളോ ആകാം. അപ്പോൾ സംരക്ഷണാത്മക സുരക്ഷിതത്വത്തിൽ രാജ്യങ്ങൾക്ക് പുറമേ ഉള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ദേശീയമോ അന്തർദേശീയമോ ആയിട്ടുള്ള സംഘടനകളാകാം, അതല്ലെങ്കിൽ സർക്കാരേതര ഘടകങ്ങളോ ആകാം. നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പല മഹത് വ്യക്തികളുടെ നേതൃത്വത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ സഹകരണാത്മക സുരക്ഷിതത്വത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് മദർ തെരേസയുടെയും നെൽസൺ മണ്ടേലയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ പറയാവുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ സഹകരണാത്മക സുരക്ഷിതത്വത്തിൽ തന്നെ ബലപ്രയോഗം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദാരിദ്ര്യം, പകർച്ചവ്യാധി, ദുരന്തങ്ങൾ, അതൊക്കെ മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ യാതനകൾ അവഗണിക്കുക അല്ലെങ്കിൽ ആളുകളെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന ഗവൺമെന്റുകളെ കൈകാര്യം ചെയ്യാൻ ചില സമയങ്ങളിൽ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടതായി വരും. പക്ഷെ അതിന് അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ അനുമതി വാങ്ങേണ്ടതായിട്ട് ഉണ്ട്. അന്താരാഷ്ട്ര ഭീകരന്മാർക്കും അവർക്ക് താങ്ങുതണലുമായിട്ട് നിൽക്കുന്നവർക്കും എതിരെ ബലപ്രയോഗം നടത്തുന്നതിനും അനുമതി ലഭിക്കേണ്ടതായി ഉണ്ട്. ഏതെങ്കിലും രാജ്യം സ്വമേധയാ ബലപ്രയോഗം നടത്തുന്നതിനേക്കാൾ നല്ലത് അന്താരാഷ്ട്ര സമൂഹം കൂട്ടായി നിന്ന് ബലപ്രയോഗം നടത്തുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇന്ത്യ സെക്യൂരിറ്റി സ്ട്രാറ്റജി, ഇന്ത്യയുടെ സുരക്ഷിതത്വ തന്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ സുരക്ഷിതത്വ തന്ത്രത്തിന് 4 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പറഞ്ഞതാണ്, ഇന്ത്യക്ക് പലപ്പോഴും അയൽ രാജ്യങ്ങളായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. പാകിസ്ഥാനുമായും ചൈനയുമായും ഒക്കെ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനുമായും ചൈനയുമായും ഉണ്ടായ യുദ്ധങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാക്കി. ഇന്ത്യയും അണ്വായുധ പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ തന്ത്രം അല്ലെങ്കിൽ ഒന്നാമത്തെ ഘടകമായി വരുന്നത്. ഇന്ത്യയുടെ സുരക്ഷിതത്വ തന്ത്രത്തിന്റെ ഒന്നാമത്തെ ഘടകമായി വരുന്നത് സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സംഘടനകളെ ശക്തിപ്പെടുത്തലാണ്. സ്ട്രെങ്തനിങ് ഇന്റർനാഷണൽ നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏഷ്യയുടെ ഐക്യത്തിനും കോളനികൾക്ക് അറുതി വരുത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നിരായുധീകരണത്തിന് പിന്തുണ നൽകിയിരുന്നു. അന്ന് അന്താരാഷ്ട്ര തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള വേദി ഐക്യരാഷ്ട്രസഭയായിരുന്നു. എല്ലാവർക്കും യാതൊരു വിവേചനവും ഇല്ലാത്ത രീതിയിൽ അണ്വായുധ നിർവ്യാപന കരാർ ഉണ്ടാക്കുന്നതിൽ മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയായിരുന്നു.
അതേപോലെ ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരിയായി തിരിഞ്ഞ സമയത്ത് അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ചേരിചേരാ നയം ആവിഷ്കരിക്കുന്നതിലും ഇന്ത്യ തന്നെയാണ് മുന്നിട്ടിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് മുന്നിലെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര സംഘടനകൾ ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യക്ക് ഒരു പ്രധാന പങ്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന ചില സമാധാന സേനാ വിന്യാസത്തിനും ഇന്ത്യൻ ഭടന്മാരെ അയക്കാറുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഘടകമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആഭ്യന്തര സുരക്ഷിതത്വ വെല്ലുവിളികളെ നേരിടുന്നതിന് പര്യാപ്തമായ സുരക്ഷാ തന്ത്രമാണ്. മീറ്റിംഗ് ദ ചലഞ്ച് വിത്തിൻ ദ കൺട്രി. ആഭ്യന്തര സുരക്ഷിതത്വ വെല്ലുവിളികളെ നേരിടുന്നതിന് പര്യാപ്തമായ സുരക്ഷാ തന്ത്രങ്ങൾ. പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരുപാട് തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നാഗാലാൻഡ്, മിസോറാം, പഞ്ചാബ്, കാശ്മീർ, അങ്ങനെ പല പ്രദേശങ്ങളിലും തീവ്രവാദി സംഘടനകൾ സ്വതന്ത്രരായി നിന്ന് സമരത്തിനിറങ്ങാറുണ്ട്. പക്ഷേ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ദേശീയ ഐക്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. നാലാമത്തെ ഘടകം സാമ്പത്തിക വികസനം. ജനങ്ങളെ ദാരിദ്ര്യം അടക്കമുള്ള ദുരിതത്തിൽ നിന്ന് കരകയറ്റാനും സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാനും പറ്റിയ വിധത്തിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്താനായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് 4 തന്ത്രങ്ങളായിട്ട് വരുന്നത്, 4 ഘടകങ്ങളായി വരുന്നത്. ഇന്ത്യയുടെ സുരക്ഷിതത്വ തന്ത്രത്തിന്റെ 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്ട്രെങ്തനിങ് ദ മിലിറ്ററി, സൈനിക ശക്തി വർദ്ധിപ്പിക്കുക. സ്ട്രെങ്തനിങ് ഇന്റർനാഷണൽ നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അന്താരാഷ്ട്ര സംഘടനകളെ ശക്തിപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം മീറ്റിംഗ് ദ ചലഞ്ച് വിത്തിൻ ദ കൺട്രി, രാജ്യത്തിനകത്ത് തന്നെയുള്ള വെല്ലുവിളികളെ നേരിടുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ഇക്കോണമി, സാമ്പത്തിക വികസനം ഉണ്ടാക്കുക. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ് ഈ സുരക്ഷ എന്നുള്ള ചാപ്റ്റർ. സമകാലിക ലോകത്തിലെ സുരക്ഷ, സെക്യൂരിറ്റി ഇൻ കണ്ടംപററി വേൾഡ് എന്നുള്ളത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. താങ്ക് യു.